സർവശക്തനായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നോമ്പുകാലം 5-ാം ദിവസം, നോമ്പുകാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. നമുക്കിന്ന് പ്രത്യേകമായിട്ട് കത്തോലിക്ക സഭയുടെ തലവനായ ഈശോയുടെ ഭൂമിയിലെ വികാരിയായ ലോകമനസ്സാക്ഷിയുടെ സ്വരമായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന കൊടുക്കാം. നമുക്കറിയാവുന്നതുപോലെ ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയോട് ചേർന്നുകൊണ്ട് ലോകത്തെ പിതാവായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായി മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ചത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുവാനായിട്ട് നമ്മെ അനുദിനം പഠിപ്പിക്കുന്ന, അനുദിനം അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്ന ഒരു മാർപ്പാപ്പയാണ് പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മോട് കൂടെ ആയിരിക്കുന്നത്. സഹോദരരെ സ്നേഹിക്കുവാനായിട്ടും ദൈവത്തെ പിതാവായി കാണുവാനും അബ്ബാ പിതാവി എന്ന് വിളിക്കുവാനുള്ള ആ ധൈര്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 14 മുതലുള്ള തിരുവചനം ഇപ്രകാരം പറയുകയാണ്: നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്ന്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കർത്താവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തൊട്ട് സുഖപ്പെടുത്തും എന്നുള്ള ആ വിശ്വാസത്തിലെ ആത്മധൈര്യത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, എല്ലാ പ്രാർത്ഥന വിഷയങ്ങളെയും നിയോഗങ്ങളെയും എല്ലാം നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ഓർക്കാം. 41-ാം സങ്കീർത്തനം 3-ാം തിരുവചനം നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം. കർത്താവ് രോഗശയ്യയിൽ അവന് ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകുമെന്ന്. രോഗശയ്യയിൽ ആശ്വാസം പകർന്നുകൊണ്ട് ദൈവത്തോടു കൂടെ സ്നേഹത്തോടെ ആയിരിക്കുവാനായിട്ടുള്ള കൃപ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഓരോ നിമിഷവും ലഭിക്കുവാൻ തക്ക വിധത്തില്ല. രോഗശയ്യയിൽ ആശ്വാസം പകർന്നുകൊണ്ട് രോഗശാന്തി ലഭിക്കുമെന്നുള്ള ആ പൂർണ്ണമായ ഉറച്ച വിശ്വാസത്തോടെ ആയിരുന്നുകൊണ്ട് ആ പാപ്പയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നാം ഇന്നെടുക്കുന്ന ഉപവാസത്തെയും ഒരു നേരത്തെയും എല്ലാം ഓർത്ത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായിട്ട് നമുക്ക് കാഴ്ചവെക്കാം.